ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ട വെച്ച് ഒരു ഉഗ്ര റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അതിൻ്റെ കൂടെ കുറച്ച് വേറെ സ്നാക്കും ഞാൻ കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള റോളുമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് മൈദ എല്ലാം നന്നായി കലക്കി വെച്ചിട്ടുണ്ട്. മൈദയും ഉപ്പും വെള്ളവും നല്ല ലൂസായിട്ട് ഒരു ബാറ്റർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി ഇനി നല്ല തിന്നായിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൽ എന്തെങ്കിലുമായിട്ട് ടിപ്സൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ, എന്നാലേ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അല്ലെങ്കിൽ കുറച്ച് മാത്രം കേട്ടുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുപോലത്തെ ഒരു ദോശ ഉണ്ടാക്കി, കുറച്ച് കട്ടിയിലുള്ള ദോശ ഉണ്ടാക്കിയാൽ നമ്മൾ മടക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. നല്ലോണം ലൂസാവാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയാവാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരിക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എന്നത് മാറ്റിയെടുക്കാം. നമ്മൾ ഇതുപോലത്തെ നോൺ സ്റ്റിക്കെല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ബട്ടറെല്ലാം യൂസ് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ദോശയെല്ലാം ഇളക്കി കിട്ടും. പിന്നെ പുതിയ പാനാകുമ്പോൾ അധികം ഓയിലൊന്നും ഇടാതെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളിത് മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണും പിന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഓയിൽ വെളിച്ചെണ്ണ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഫ്ലേവറിന്, ഈ ഒരു സ്നാക്കിന്. അപ്പോൾ അതിട്ട് നന്നായി വഴറ്റിയ ശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുത്തു. സവാള നമ്മൾക്ക് എത്രമാത്രം മസാല വേണം അതിനനുസരിച്ചിട്ട് സവാള കൂട്ടിയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 3 വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് സവാള ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് വാടി വന്ന സമയത്ത് ഞാനിതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ തക്കാളിക്ക് പകരമായിട്ട് നമുക്ക് വിനീഗർ യൂസ് ചെയ്യാം. വിനീഗർ നമ്മൾ 2 ടേബിൾ സ്പൂണ് വിനീഗർ ഇട്ടാൽ തന്നെ മതി. ഒരു ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ഇടുന്നത്. അപ്പോൾ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ സമയം നമുക്ക് എടുത്തു വെക്കാൻ പറ്റില്ല, പെട്ടെന്ന് യൂസ് ആക്കേണ്ടി വരും. രാത്രിയിലെല്ലാം സെർവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ തക്കാളി യൂസ് ചെയ്യാം. കൂടുതൽ സമയം വെക്കുന്നെങ്കിൽ വിനീഗർ ആയിരിക്കും നല്ലത്. അപ്പോൾ ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് അത് പിന്നെ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ഈ ഒരു തക്കാളിയെല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, ആ ഒരു രീതിയിൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വിനീഗറും കൂടി എടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ തക്കാളി മാത്രം മതിയെങ്കിൽ നമുക്ക് ഒരു തക്കാളി കൂടി കൂടുതൽ എടുക്കാം. ഇവിടെ ഞാൻ ഒരു തക്കാളി മാത്രമായിട്ടാണ് എടുത്തത്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കറിവേപ്പില നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ലാസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മുടെ മല്ലിയിലയും കൂടി വിതറി കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡിയായി. നമുക്കിത് മുട്ടയും കൂടി വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ മുട്ട ഞാൻ മുമ്പേ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട ഇതിലേക്ക് വെച്ച് എല്ലാ മസാലയും ഈ ഒരു മുട്ടേൻ്റെ മുകളിലോട്ട് ആക്കിയിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. മസാല എല്ലാം റെഡിയായതിനു ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ദോശ എത്രമാത്രം വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ ചപ്പാത്തി പോലെ പരത്തിയെടുത്തതും ചെയ്തെടുക്കാൻ പറ്റും. ദോശയാകുമ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് വന്ന് അങ്ങനെ ദോശ ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നടുഭാഗത്തായിട്ട് നമ്മൾ മസാല വെച്ച് കൊടുക്കാം. അതിലോട്ട് ഒരു മുട്ടയും കൂടി വെച്ചിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. 2 സൈഡിൽ നിന്നും മടക്കി 4 ഭാഗത്തുനിന്നും മടക്കിയിട്ട് നമുക്ക് സീൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ സൈഡിൽ മൈദ പശ ഉണ്ടെങ്കിൽ അതൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ ഈസിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഓയിലിടുന്ന സമയത്ത് പൊട്ടിപ്പോവും. അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. മുട്ടയും ഈ മസാലയും കൂടി വരുമ്പോഴുണ്ടല്ലോ ഈ ഒരു സ്നാക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദോശ പോലെ ഉണ്ടാക്കി ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകരമായിട്ട് നമുക്ക് ചിക്കനൊക്കെ വെക്കാം. ചിക്കനേക്കാളും എനിക്ക് തോന്നുന്നു ഈ ഒരു മുട്ട തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഇത് മടക്കെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തില്ലെങ്കിൽ അത് ലൂസ് പോലെ ആയിട്ട് വരില്ല കേട്ടോ. നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കറക്റ്റ് എത്തില്ല. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് ഇതാ നമ്മൾ ഈ ഒരു മടക്ക് ഇതിലേക്ക് വെച്ച് നമ്മുടെ സ്നാക്കും വെച്ച് എല്ലാ ഭാഗത്തേക്കും മുട്ട ആക്കിയിട്ട് അതായത് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. ഈ ഒരു ഇത് ചെയ്താലുണ്ടല്ലോ അധികം ഓയിലൊന്നും പിടിക്കില്ല, നല്ല ക്രിസ്പി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കിയ ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇത് മുട്ടയ്ക്ക് പകരമായിട്ട് നമുക്ക് മൈദ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്യാം കേട്ടോ. മൈദ മാത്രം ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് ലൂസാക്കി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിലും ആക്കിയിട്ട് കവർ ചെയ്തിട്ട് വെക്കാം. അങ്ങനെയും ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ മൈദ വേണമെങ്കിൽ മൈദ മാത്രമായിട്ട് യൂസ് ചെയ്യാം, മുട്ടയിൽ വെച്ചിട്ട് അങ്ങനെ ആക്കുന്നത് അങ്ങനെയും ആക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒരു പൊടിയോളം എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം മാറ്റി വെക്കാം. മൈദ യൂസ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മളതിൽ കുറച്ച് കോൺഫ്ലവറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. മുട്ട വെച്ച് പല വെറൈറ്റി സ്നാക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ട് കണ്ട് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാം കവർ ചെയ്ത ശേഷം നമ്മളിത് ഒന്ന് പാനിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈയും ആക്കിയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ അതും ചെയ്യാറുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇപ്പം ഞാനിതാ ഷാലോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓയിൽ കുറച്ചാന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതാ കുറച്ച് ഓയിൽ വെച്ചിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ തന്നെ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ്. വൈകുന്നേരത്തേക്ക് കുട്ടികൾക്കായാലും നമുക്ക് ഷോപ്പിലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്കാണ് കേട്ടോ. എല്ലാം എഡിറ്റ് ചെയ്ത് വോയിസെല്ലാം കൊടുത്ത സമയത്താണ് കാണുന്നത് ആ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഇതിലുണ്ടായിരുന്നു, നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കിയത്. അപ്പോൾ പിന്നെ അതും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയതാണ്. പിന്നെ ഇതാ നമ്മുടെ പഴംപൊരി ഉണ്ടായിരുന്നു, അത് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ നോക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള ഒരുപാട് സ്നാക്കിൻ്റെ റെസിപ്പിയും പിന്നെ വേറെ നമ്മൾ റൈസിൻ്റെ റെസിപ്പി ആയാലും കറീസിൻ്റെതും എല്ലാം ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഇപ്പോൾ സ്നാക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതും ഒരു അടയാണ് കേട്ടോ, നല്ല പരിപ്പും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു അടയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്, അത് ഒന്ന് കണ്ടു വയ്ക്കാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ദിവസം ഓർഡർ കിട്ടും. അപ്പോൾ എൻ്റെ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങിയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ചാനലിൽ ഒരുപാട് റെസിപ്പി ഉണ്ട്. അതുപോലെ നിങ്ങൾ എന്നെ സപ്പോർട്ടും ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് ആവശ്യമുണ്ടെന്ന് അതൊന്ന് കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പുള്ള സ്നാക്കാണ് നിങ്ങൾക്കിഷ്ടം, നിങ്ങൾ ഏത് സ്നാക്കാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റിലൂടെ പറയണേ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.